ാറ്റിൽ ഇന്നലെ കാണാതായ യുവാവിനെ കണ്ടെത്താനുള്ള തിരച്ചിലിനിടയിൽ മറ്റൊരു മൃതദേഹം കണ്ടെത്തി. തിരുവല്ല വള്ളംകുളത്താണ് ഈ സംഭവം ഉണ്ടായത്. വള്ളംകുളം സ്വദേശിയായ പ്രദീപ് നായർ എന്ന 44 വയസ്സുകാരനെയാണ് ഇന്നലെ കാണാതായത്. പ്രദീപിൻ്റെ പിതാവ് സോമശേഖരൻ നായർ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടത്തുന്നതിന് മുന്നോടിയായി അതിനുള്ള തയ്യാറെടുപ്പുകൾക്കിടയിൽ പോകുന്നതിനിടെയാണ് ഇന്നലെ പ്രദീപിനെ 44 വയസ്സുകാരനായ പ്രദീപ് ഈ മണിമലയാറ്റിലേക്ക് വീഴുകയും അദ്ദേഹത്തെ കാണാതാവുകയും ചെയ്യുന്നത്. ഇന്നലെ ഉച്ച മുതൽ തന്നെ ഫയർഫോഴ്സ് ഈ പ്രദീപിനെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു. പക്ഷേ കണ്ടെത്താൻ സാധിച്ചില്ല. ഇപ്പോഴും പ്രദീപിനായുള്ള തിരച്ചിൽ ഫയർഫോഴ്സും NDRF സംഘവും തുടരുകയാണ്. ഇതിനിടയിലാണ് മറ്റൊരു മൃതദേഹം ഇപ്പോൾ ഈ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ആരാണെന്നുള്ളത് വ്യക്തമല്ല. സാർ, ഇന്നലെ ഉച്ച മുതൽ നമ്മൾ പ്രദീപിനെ കണ്ടെത്താനുള്ള വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ വയ്യോളം ഞങ്ങൾ തിരഞ്ഞു, കണ്ടെത്താൻ സാധിച്ചില്ല. വീണ്ടും അതിൻ്റെ ഭാഗമായിട്ട് പ്രദീപിനെ തിരയാനായിട്ടാണ് ഞങ്ങൾ ഇന്ന് രാവിലെ എത്തിച്ചേർന്നത്. വന്നപ്പോൾ വേറെ ഒരു മൃതദേഹം ഇപ്പോൾ ഈ ചുഴിയിൽപ്പെട്ട് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നു. ഇപ്പോൾ അതും എടുക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. അത് ചെയ്യാനെക്കൊണ്ട് ഇപ്പോൾ NDRF നമ്മളെ സഹായിക്കാൻ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവർ പല രീതിയിൽ നോക്കിയിട്ടും പറ്റുന്നില്ല. എന്തായാലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ ഒഴുക്കുള്ള സ്ഥലമാണ്. വലിയ ഒഴുക്കെന്ന് വലിയ അതിഭയങ്കരമായ കുത്തൊഴുക്കും അതൊരു തടയണ കിട്ടിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ, ആ തടയണയിൽ നിന്ന് വെള്ളമില്ല, നമ്മുടെ ഡാമിൽ നിന്ന് വെള്ളം വീഴുന്ന രീതിയിലാണ് വീണിട്ട് അവിടെ ഒരു കറക്കൽ രൂപാന്തരപ്പെട്ടിട്ട് ആ കറക്കലിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം രാവിലെ മുതൽ ഇത്രയും നേരം മണിയാകുന്നു. ഈ സമയം വരെ ഇത് അവിടെ കിടന്ന് കറങ്ങുന്നതല്ലാതെ 1 ഇഞ്ച് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നില്ല. ഇപ്പോൾ ഈ കണ്ടുകിട്ടിയ മൃതദേഹം ഇന്ന് രാവിലെ നമ്മൾ കണ്ടതാണ്. ഇന്ന് രാവിലെ കണ്ടതാണ്. പ്രദീപിനായുള്ള തിരച്ചിൽ NDRFും ഫയർഫോഴ്സും തുടരുന്നുണ്ട്. അതും തുടരുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്കാണ് ഇത് എടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും തൊട്ട് സമീപത്ത് തന്നെയാണ് മണിമലയാറ്റിൽ മറ്റൊരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ആരാണ് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് തിരുവല്ല വള്ളംകുളം സ്വദേശിയായിട്ടുള്ള പ്രദീപ് നായർ എന്ന 44 വയസ്സുകാരൻ ഈ മണിമലയാറ്റിലേക്ക് വീഴുന്നത്. പ്രദീപിൻ്റെ പിതാവ് സോമശേഖരൻ നായർ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്ത് സഹജമായ അസുഖത്തെ തുടർന്ന് മരിച്ചിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ സോമശേഖരൻ നായരുടെ സംസ്കാരം നടത്താനാണ് നിശ്ചയിച്ചിരുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നലെ പ്രദീപ് ഉച്ചയോടുകൂടി ഈ ഭാഗത്തേക്ക് എത്തിയത്. ഇവിടെ എത്തിയതിന് ശേഷം കൈ കഴുകുന്നതിന്, കാലും മുഖവും കഴുകുന്നതിന് വേണ്ടി ഈ സമീപത്തുള്ള കടവിലേക്ക് ഇറങ്ങിയതാണ്, പൂവപ്പുഴ കടവിലേക്ക് ഇറങ്ങിയതാണ് എന്നാണ് പറയുന്നത്. പിന്നീട് അദ്ദേഹം ഒഴുക്കിൽ പെടുകയായിരുന്നു. സമീപത്ത് ഇത് കണ്ടു നിന്ന ഒരു സ്ത്രീ ബഹളം വെച്ചതിനെ തുടർന്ന് സമീപത്തുള്ള നാട്ടുകാരൊക്കെ ഓടിയെത്തിയെങ്കിലും പ്രദീപിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഇന്നലെ ആ സമയത്ത് തന്നെ ഉച്ചയോടുകൂടി തന്നെ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയതാണ്. ഫയർഫോഴ്സ് ഉച്ച മുതൽ തന്നെ രാത്രി വരെ ഈ ഒരു പ്രദേശത്ത് പ്രദീപിനെ കണ്ടെത്താനുള്ള തിരച്ചിൽ നടത്തിയെങ്കിലും പ്രദീപിനെ കണ്ടെത്താൻ സാധിച്ചില്ല. തുടർന്ന് ഇന്ന് രാവിലെ ഫയർഫോഴ്സ് വീണ്ടും തിരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ NDRF സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ട്. NDRF സംഘവും തിരച്ചിൽ തുടരുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു ഭാഗത്ത് മറ്റൊരു മൃതദേഹം കണ്ടെത്തിയത്. ഇത് ആരാണ് എന്നുള്ളത് നിലവിൽ വ്യക്തമല്ല. ഏതാണ്ട് 30-35 വയസ്സിന് അടുത്ത് പ്രായം തോന്നിക്കുന്ന ഒരു യുവാവാണ് എന്നുള്ളത് മാത്രമാണ് നിലവിൽ പോലീസും NDRFും ഒക്കെ നൽകുന്ന സൂചന. ആരാണ് എന്നുള്ളത് വ്യക്തമല്ല. ആ യുവാവിൻ്റെ മൃതദേഹം രാവിലെയോടുകൂടി കണ്ടെത്തിയതാണ്. പക്ഷേ അതിപ്പോഴും എടുക്കാൻ സാധിച്ചിട്ടില്ല. വലിയൊരു കുത്തൊഴുക്കുള്ള സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് അവിടേക്ക് എത്തിപ്പെടാൻ പോലും ഇതുവരെ NDRFിനോ ഫയർഫോഴ്സിനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവരിപ്പോഴും രാവിലെ മുതൽ തന്നെ ഈ മൃതദേഹം എടുക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും സാധിച്ചിട്ടില്ല. അത്രത്തോളം വലിയൊരു കുത്തൊഴുക്കാണ് ഈ ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്നത്. മണിമലയാറാണ്. തൊട്ട് സമീപത്തായി തന്നെ പ്രദീപിന് വേണ്ടിയിട്ടുള്ള തിരച്ചിലും മറ്റൊരു സംഘം NDRFിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും മറ്റൊരു സംഘം തിരിഞ്ഞുകൊണ്ട് അവർ പ്രദീപിന് വേണ്ടിയുള്ള തിരച്ചിലും നടത്തുന്നുണ്ട്. എന്താണെങ്കിലും അതിദാരുണമായ ഒരു സംഭവം. പിതാവിൻ്റെ സംസ്കാരത്തിന് വേണ്ടിയുള്ള പിതാവ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് മരണപ്പെടുന്നു. പിതാവിൻ്റെ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾക്കിടയിൽ ഈ സ്ഥലത്തേക്ക് എത്തിയ മകൻ കാല് കഴുകുന്നതിന് വേണ്ടി ആറ്റിലേക്ക് ഇറങ്ങിയതാണ്. ആ മകനെ കാണാതാകുന്നു. പിന്നീട് അദ്ദേഹത്തെയും ഇത്രയും സമയമായിട്ട് ഇന്നലെ ഏതാണ്ട് ഈ സമയത്തോടു കൂടി മകനെ കാണാതായതാണ്. ഇപ്പോഴും ഇന്ന് തൊട്ടടുത്ത ദിവസം ഉച്ചയായിട്ട് പോലും ആ മകനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. വലിയ ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ്. അതിനിടയിലാണ് മറ്റൊരു മൃതദേഹം കൂടി ഈ പ്രദേശത്തു നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ആരാണ് എന്നുള്ളൊരു വലിയ ആശങ്കയും ഈ നാട്ടുകാർ പങ്കുവയ്ക്കുന്നുണ്ട്.